തമിഴ്നാട്ടിലെ കരൂരിൽ നിന്ന് അത്യന്തം ദുഃഖകരമായൊരു വാർത്ത കേൾക്കുന്നു. ശ്രീ വിജയ്, സിനിമാ നടൻ വിജയിൻ്റെ TVK എന്ന പാർട്ടിയുടെ ഒരു റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീകളും കുഞ്ഞുങ്ങളുമടക്കം 39 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തൽക്ഷണം മരിച്ചെന്നും 83 പേരോളം ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നും ഉള്ളതാണ് വാർത്ത. ഇതിനേക്കാൾ വിഷമകരമായി തോന്നിയത് ഈ വാർത്തയോടനുബന്ധിച്ച് ശ്രീ വിജയനെക്കുറിച്ച് കേട്ട വാർത്തയാണ്. അതിൻ്റെ സത്യാവസ്ഥ എത്രമാത്രമുണ്ടെന്ന് അറിഞ്ഞുകൂടെങ്കിലും കേട്ട സ്ഥിതിക്ക് അത് വളരെ ലജ്ജാകരവും ദുഃഖകരവുമായി തീർന്നു പോയി എന്ന് പറയേണ്ടി വരുന്നു. കാരണം ശ്രീ വിജയിൻ്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ്, അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ അദ്ദേഹം ആർജിച്ച പ്രശസ്തി, അതിൻ്റെ ബലത്തിലാണ് ഇത്രയും ആളുകൾ അദ്ദേഹം വരുന്നു എന്നറിഞ്ഞപ്പോൾ തടിച്ചുകൂടിയിട്ടുണ്ടാവുക. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയോടുള്ള കൂറ് പ്രഖ്യാപിച്ചുകൊണ്ട് മാത്രമായിക്കൊള്ളണമെന്നില്ല ആ ജനക്കൂട്ടം അവിടെ കൂടിയത്. കാരണം രാഷ്ട്രീയത്തിൽ അദ്ദേഹം വെറും ശിശുവാണ്. ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ആരംഭിച്ചിട്ടേ ഉള്ളൂ, പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ പാർട്ടിയുടെ പേര്. ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ മറ്റും ഉണ്ടായിട്ടില്ല. ആ നിലക്ക് രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിക്കൊണ്ടായിക്കൊള്ളണമെന്നില്ല ജനക്കൂട്ടം അവിടെ തടിച്ചുകൂടിയത്. അത് അദ്ദേഹത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം, അദ്ദേഹത്തിൻ്റെ താരപരിവേഷത്തെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം കൂടിയത്. ഏതായാലും തന്നെ സ്നേഹിച്ച് തന്നെ കാണാൻ വേണ്ടി തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിൽ ഇത്രയും വലിയൊരു ദുരന്തം, അത്യാഹിതമുണ്ടായിട്ട് 39ഓളം പേരുടെ ജീവൻ നഷ്ടപ്പെട്ട് 83ഓളം പേർ പരിക്കേറ്റ് ആസ്പത്രിയിലായപ്പോൾ ആ സ്ഥലത്ത് തമ്പടിച്ച് അവർക്ക് വേണ്ട മേൽനോട്ടം വഹിക്കേണ്ട വിജയ് ചാർട്ടേഡ് വിമാനത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് മദ്രാസിലെത്തി. അവിടെ നിന്ന് 3 മണിക്കൂർ കഴിഞ്ഞാണ് അദ്ദേഹം ഈ വിഷയത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി അറിയിക്കുകയും ചെയ്യുന്നത്. ഇതാണ് ഈ സംഭവത്തെക്കാൾ, ഈ ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമായി തോന്നുന്നത്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉദ്ഘാടനം കഴിച്ച് നടക്കുകയാണ് അദ്ദേഹം. തൻ്റെ രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധതയ്ക്ക് ഒരു ഉദാഹരണമായി, ഒരു തുടക്കമായി അദ്ദേഹം ഈ സംഭവ സ്ഥലത്ത് ക്യാമ്പടിച്ച് തൻ്റെ അനുയായികളെ കൊണ്ട്, തൻ്റെ പാർട്ടി അനുഭാവികളെ കൊണ്ട് അവിടെ അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്യാൻ നിന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് നല്ലൊരു തുടക്കമാകുമായിരുന്നു എന്നാണ് തോന്നുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അത് തോന്നിയില്ല. അദ്ദേഹം ആ സ്പോട്ടിൽ നിന്ന്, തക്കതായ കാരണങ്ങളുണ്ടാവും, കാരണം ആ സ്പോട്ടിൽ അദ്ദേഹം നിൽക്കുന്നത് സുരക്ഷിതമായിരിക്കില്ല എന്ന് ആരെങ്കിലും ഉപദേശിച്ചു കാണും. ഏതായാലും അവിടെ നിന്ന് പോയത് ശരിയായില്ല എന്ന അഭിപ്രായമാണ് പൊതുവെ എല്ലാവർക്കും ഉള്ളത്. സിനിമാ താരങ്ങളെ കാണാനുള്ള തിക്കും തിരക്കും, അവരോടുള്ള ആരാധനയിൽ സ്വയം മറന്ന് ജീവാഹൂതി നടത്തുന്നതും തമിഴ്നാട്ടിൽ അത് പരിചിതമാണെങ്കിലും കേരളത്തിലും അത് അപരിചിതമാണെന്ന് പറഞ്ഞുകൂടാ. കാരണം കേരളത്തിലും ഈ അടുത്ത കാലത്തായി താരാരാധന മൂർച്ഛിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. കാരണം അത് തമിഴ്നാട്ടിലോളം വളർന്ന് രാഷ്ട്രീയ നിയന്ത്രണം ഏറ്റെടുക്കാൻ തക്ക ഉയരത്തിലെത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതേസമയത്ത് തമിഴ്നാട്ടിൽ കുറെ കാലമായി ദ്രാവിഡിയൻ രാഷ്ട്രീയം എന്നാണ് പറച്ചിലെങ്കിലും സിനിമ ദ്രാവിഡ സമന്വയം കൊണ്ടാണ് അവിടുത്തെ രാഷ്ട്രീയം നിയന്ത്രിക്കപ്പെടുന്നത്. കേന്ദ്രത്തിലെ ഭരണകക്ഷിയായിരുന്ന കോൺഗ്രസ്, ദേശീയ പാർട്ടിയായ കോൺഗ്രസ്സിന് അവിടെ ഗ്രിപ്പ് നഷ്ടപ്പെട്ടിട്ട് കാലമേറെയായി. അതിലേക്ക് DMK എന്ന കക്ഷി പെരിയാറിൻ്റെയും അണ്ണാദുരൈയുടെയും കരുണാനിധി MGR കൂട്ടത്തിൻ്റെയും മുൻ നേതൃത്വത്തിൽ DMK, അത് കഴിഞ്ഞ് അത് പിളർന്ന് DMK, വീണ്ടും DMKയും DMKയും ചേർന്ന് ഇങ്ങനെ ഒരു ദ്രാവിഡിയൻ രാഷ്ട്രീയ പശ്ചാത്തലം തമിഴ്നാട്ടിൻ്റെതായി മാറിയിട്ട് ഏറെക്കാലമായി. അവിടെ മറ്റൊരു കക്ഷിക്ക്, ദേശീയ പാർട്ടികൾക്ക് പോലും പ്രവേശനം ലഭിക്കാത്ത വിധം അത്ര ദൃഢമാണ് അവരുടെ പിന്തുണ തമിഴ്നാട്ടിൽ. അതിനുള്ള മുഖ്യ ഹേതു അവരുടെ സിനിമാ പശ്ചാത്തലം തന്നെയാണെന്നും കാണാം. MGR ആയാലും കരുണാനിധി ആയാലും MGRന്റെ അഭിനയത്തിൻ്റെ മുൻനിര
നില തലത്തിലാണെങ്കിൽ, കാരണം സിനിമ തിരക്കഥയിലൂടെയും സിനിമാ കഥയിലൂടെയും തന്നെയാണ്, സിനിമ തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും പിൻബലം. ഏതായാലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മികച്ച ഭരണം കാഴ്ചവെക്കാൻ ഈ ദ്രാവിഡ കക്ഷികൾക്കായിട്ടുണ്ട് എന്നുള്ളത് സമ്മതിക്കാതെ തരമില്ല. കാരണം ഇന്ത്യ ഭരിച്ച മറ്റ് ദേശീയ കക്ഷികൾക്കൊന്നുമില്ലാത്ത മികവ് ഈ പ്രാദേശിക കക്ഷിയായ ദ്രാവിഡിയൻ കക്ഷികൾ തമിഴ്നാട്ടിന് ഉണ്ടാക്കിയിട്ടുണ്ട്. തമിഴ്നാടിൻ്റെ യശസ് ഉയർത്തിയിട്ടുണ്ട്. തമിഴ്നാടിൻ്റെ സാധാരണക്കാരുടെ ജീവിത നിലവാരങ്ങളെ കുറച്ചൊന്നുമല്ല അത് ഉയർത്തിയിട്ടുള്ളത് എന്ന സത്യം ശത്രുക്കൾ പോലും സമ്മതിക്കേണ്ട വിഷയമാണ്. ഈ അവസ്ഥയിലാണ് പല ഭാഗ്യപരീക്ഷണക്കാരും നേരത്തെ വന്നു പോയിട്ടുണ്ട്. ഉദാഹരണത്തിന് വിജയകാന്ത്, കമലഹാസൻ. പക്ഷേ അവർക്കൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത, തുടക്കത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റാത്തൊരു മാസ് അപ്പീൽ, ഒരു ഇമ്പാക്റ്റ്, ജനക്കൂട്ട ഇമ്പാക്റ്റ് ശ്രീ വിജയിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമോ ഇദ്ദേഹത്തിന് രാഷ്ട്രീയമായ വ്യക്തമായ ഒരു കാഴ്ചപ്പാടോ ഉണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹം പ്രധാനമായും ഉന്നം വെക്കുന്നത് ശ്രീ സ്റ്റാലിൻ നേതൃത്വം കൊടുക്കുന്ന തമിഴ്നാട്ടിലെ DMK ഭരണത്തെയാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. ഒപ്പം പേരിനെങ്കിലും കേന്ദ്ര ഭരണത്തെയും പരാമർശിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ശ്രീ സ്റ്റാലിനെയും DMKയെയും തമിഴ്നാട്ടിൽ പരാജയപ്പെടുത്തിയാൽ അവിടേക്ക് കടന്നു വരുന്ന ആ വാക്വം ഫിൽ ചെയ്യുക BJP ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വിജയന് തന്നെത്താൻ അവിടെ ഒരു ഭരണകൂടം ഉണ്ടാക്കുക എന്നുള്ളത് അത്ര ക്ഷിപ്രസാധ്യമല്ല എന്ന് കാണാം. ഇവിടെ അണ്ണാ DMK എന്നൊരു ദ്രാവിഡ കക്ഷി കൂടി അവിടെ ഉണ്ടെങ്കിലും BJPയുമായി ഈ അടുത്ത കാലത്തുണ്ടായ സഹകരണം അവരെ നാമാവശേഷമാക്കിയിട്ടുണ്ടെന്ന് വേണം പറയാൻ. ഇവിടെ BJPക്ക് കടന്നു കയറാനുള്ള യാതൊരു പഴുതും അവശേഷിപ്പിക്കാത്ത വിധം സുദൃഢമായ ഒരു ഭരണകൂടത്തെയാണ് ശ്രീ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ DMK കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വിള്ളൽ വീഴ്ത്തുക, അതിനോട് എന്തെങ്കിലും പഴുത് നിർമ്മിച്ച് തമിഴ്നാട്ടിലേക്ക് നുഴഞ്ഞു കയറാനുള്ള വഴി അന്വേഷിക്കുമ്പോഴാണ് നമ്മുടെ വിജയിൻ്റെ TVKയുടെ തുടക്കം. TVKയ്ക്കും വിജയിനും BJPയുമായി നേരിട്ട് പ്രത്യക്ഷത്തിൽ ബന്ധമൊന്നുമില്ലെന്ന് കാണാമെങ്കിലും വിമർശനത്തിൽ BJP ഉൾപ്പെടുത്തുന്നുണ്ട് എങ്കിലും ഫലത്തിൽ രാഷ്ട്രീയത്തിൻ്റെ ഇന്ത്യയിലെ ഇന്നേ വരെയുള്ള രീതി വെച്ചും തമിഴ്നാട്ടിലെ പ്രത്യേകിച്ച് വെച്ച് DMKയുടെ പരാജയം തീർച്ചയായും വിജയിൻ്റെ TVKയ്ക്കുള്ള വിജയമായിരിക്കില്ല. അത് BJPക്ക് തമിഴ്നാട്ടിലേക്ക് കടന്നു കയറാനുള്ള തുടക്കമായിരിക്കും. അതോടെ തമിഴ്നാട് ഇന്നേ വരെയുള്ള ദ്രാവിഡിയൻ മുന്നേറ്റം, ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ അവിടുത്തെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത വിധമുള്ള ആധിപത്യം, അതിൽ വിള്ളൽ വീഴും എന്നുള്ളത് ഉറപ്പാണ്. അത് എങ്ങനെയായാലും തമിഴ്നാടിന് ഗുണകരമായിരിക്കില്ല എന്ന് വേണം കരുതാൻ. ദ്രാവിഡ്യൻ രാഷ്ട്രീയം തമിഴ്നാടിന് ദോഷമൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. അത് തീർച്ചയായും തമിഴ്നാടിൻ്റെ എല്ലാ വളർച്ചയ്ക്കും മുന്നേറ്റത്തിനും പുരോഗതിക്കും നിദാനമായിട്ടേ ഉള്ളൂ എന്ന് കാണാം. ശ്രീ TVKയും ശ്രീ വിജയിൻ്റെ TVKയും പെരിയാറിനെയും അംബേദ്കറെയും ഉയർത്തി കാണിക്കുന്നുണ്ട്. കാരണം തമിഴ്നാട്ടിൻ്റെ മാസ് മനോഭാവം, അതിൻ്റെ ബഹുജന മനസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ടുള്ള തന്ത്രം മാത്രമേ, ടാക്ടിക്സ് ആയിട്ടേ അതിനെ കരുതാനാവുകയുള്ളൂ. കാരണം പെരിയാറിനെയും അംബേദ്കറെയും പ്രതിനിധാനം ചെയ്യുന്ന ഭരണകൂടം യഥാർത്ഥത്തിൽ DMK തന്നെയാണ്. അണ്ണാ DMK പോലും ആ തത്വത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടെന്ന് കാണാം. BJPയുമായിട്ടുള്ള കൂട്ടുകെട്ട് കരുണാനിധിയും ഒരു തവണ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും അവർ പെരിയാറിൻ്റെയോ അംബേദ്കറുടെയോ വഴികളിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല എന്ന് കാണാം. തമിഴൻ്റെ തനി വഴി അതാണ് താനും കുറേ കാലമായിട്ട്. ഈ അവസ്ഥയിൽ വേണം വിജയിൻ്റെ TVKയുടെ വിജയം. അത് BJPക്കുള്ള പരോക്ഷമായ അവസരം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. വിജയ് രാഷ്ട്രീയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനൊരു അത്യാഹിതമുണ്ടായത് വിദഗ്ധമായി അദ്ദേഹത്തിന് മുതലെടുക്കാമായിരുന്നു രാഷ്ട്രീയമായി. പക്ഷെ അദ്ദേഹത്തിന് അത് കഴിഞ്ഞില്ല. അദ്ദേഹം അതിൽ ദയനീയമായ പരാജയമാണ് കൈവച്ചിട്ടുള്ളത്. ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു എന്നതുകൊണ്ട് ശ്രീ വിജയിൻ്റെ TVKക്ക് അവരുടെ റാലിയിലുണ്ടായ ഈ അത്യാഹിതം നല്ല രീതിയിൽ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനായില്ല എന്ന് മാത്രമല്ല, അത് അവരുടെ രാഷ്ട്രീയ ദുരന്തത്തിലേക്ക് നയിക്കാനും ഇടയുണ്ട്. കാരണം
സംഭവം അത്യാഹിതം നടന്നയുടൻ അതിനോട് ആ പാർട്ടിയും അതിൻ്റെ നേതാവായ വിജയും അദ്ദേഹത്തിൻ്റെ വിരലിലെണ്ണാൻ മാത്രം ഉണ്ടെന്ന് പറയപ്പെടുന്ന അനുയായികളും പ്രതികരിച്ചതിൽ നിന്ന് അത് രാഷ്ട്രീയമായ ഒരു ദുരന്തം കൂടിയായി മാറുന്നു അവർക്ക്. കാരണം വിജയിൻ്റെ കൂടെ വിജയ് ഒരു സിംഗിൾ വ്യക്തിയാണ്. തിരക്കഥാകൃത്തും സംഭാഷണ രചയിതാക്കളും പറഞ്ഞു കൊടുത്തതും ചെയ്തു കൊടുത്തതും ഗ്രാഫിക് ആർട്ടിസ്റ്റുകൾ, ഗ്രാഫിക് ടെക്നീഷ്യന്മാർ ചെയ്തു കൊടുത്തതുമായ പിൻബലത്തിൽ അദ്ദേഹം സിനിമയിൽ ഉണ്ടാക്കിയെടുത്ത പേര് ജനമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ അതേപടി നിലനിർത്താനോ അത് രാഷ്ട്രീയ അധികാരമാക്കി മാറ്റാനോ കഴിഞ്ഞെന്ന് വരില്ല. അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ എങ്കിലും ഇത്തരം ദുരന്തങ്ങളിൽ കുറെ കൂടി ഹ്യൂമാനിറ്റേറിയൻ മാനുഷികമായ പ്രവർത്തനം അദ്ദേഹം കാഴ്ചവെച്ചിരുന്നുവെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അത് അധികാരത്തിലേറുന്നതിന് മുമ്പ് തന്നെ നല്ലൊരു മുതൽക്കൂട്ടാകുമായിരുന്നു. പക്ഷെ അത് അവർക്ക് ഉപയോഗിക്കാനായില്ല. അതിൻ്റെ കുറവ് ശ്രീ വിജയിൻ്റെ രാഷ്ട്രീയ പരിചയമില്ലായ്മയും അദ്ദേഹത്തിൻ്റെ കൂടെ വിരലിലെണ്ണാവുന്ന മാത്രം ആളുകളുടെ സാന്നിധ്യവുമാണ്. അതായത് വലിയ രാഷ്ട്രീയ പരിചയമുള്ള എക്സ്പെർട്ടുകളുടെ അഭാവം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുണ്ട് എന്ന് കേൾക്കുന്നു. പ്രധാനമായി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത് വിരലിലെണ്ണാവുന്ന കൂടെ പേരും ലോട്ടറി വിഷയത്തിൽ ഇന്ത്യയിൽ കുപ്രസിദ്ധനായ സാന്റിയാഗോ മാർട്ടിൻ്റെ മരുമകനും ഒക്കെയാണ് അത്ര അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾ. അവർക്കൊന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മർമ്മമറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള മുൻ പരിചയമുണ്ടെന്ന് കരുതാനാവില്ല. ഏതായാലും ഈ അത്യാഹിതത്തിൽ രാജ്യം തന്നെ നടുങ്ങിപ്പോയതാണ്. ആൾക്കൂട്ട അത്യാഹിതങ്ങൾ, ഇത്തരം ദുരന്തങ്ങൾ, സ്റ്റാമ്പേഡ്, കൂട്ട ഞെരിച്ചലുകൾ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും പല സമയത്തായി ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം ക്ഷേത്രോത്സവങ്ങളോടനുബന്ധിച്ച് അല്ലെങ്കിൽ മറ്റ് വിശ്വാസവും ഭക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളത്. രാഷ്ട്രീയപരമായി ഇങ്ങനെ ഒരു കൂട്ടമരണം ഒരുപക്ഷെ ഇത് ആദ്യമായിരിക്കാം. ഏതായാലും അത് തികഞ്ഞൊരു അശുഭ ലക്ഷണമായി, അശുഭ കാരണമായി ടി വി കേക്ക് മാറിക്കൂടുന്നില്ല. താരാരാധന മൂത്ത് തന്നെത്താൻ ബലി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ജനങ്ങൾ അധപ്പതിച്ചിരിക്കുന്നു എന്നത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. താരങ്ങൾ അവരുടെ തനി നിറം മനസ്സിലാക്കാതെ, താരങ്ങൾ അവർക്ക് വേണ്ടി അവർ സിനിമയിൽ കാണിക്കുന്നതെല്ലാം യഥാർത്ഥ ജീവിതത്തിൽ സംഭവ്യമാണെന്ന് കരുതുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു. ബുദ്ധിപരമായി പണ്ട് യശ്വന്ത് സിംഗ് നമ്മുടെ ഇന്ത്യക്കാരെ കുറിച്ച് പറഞ്ഞത് 14 വയസ്സിന് മേലോട്ട് ഇന്ത്യക്കാരൻ വളരുന്നില്ല എന്നോ മറ്റോ ധ്വനിപ്പിക്കുന്ന ഒരു അഭിപ്രായം അദ്ദേഹം പെടുകയുണ്ടായി. സിനിമാ ആസ്വാദകരുടെ ഇടയിൽ ഇന്നും ചിലർക്കെങ്കിലും താരപരിവേഷം നിലനിൽക്കുന്നത് അവരുടെ പ്രതിഭാ മഹത്വം കൊണ്ടൊന്നുമല്ല, മൂഢമായ താരാരാധനയുടെ ഫലമായിട്ടുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് പണമുണ്ടാക്കാം, പ്രശസ്തി ഉണ്ടാക്കാം, സുഖജീവിതം നയിക്കാം എന്നല്ലാതെ സാധാരണക്കാരനായ ഒരു പ്രേക്ഷകന് ഈ രീതിയിൽ അവൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തത്തക്ക രീതിയിൽ എന്ത് പരിവേഷമാണ് ഈ താരങ്ങൾക്കുള്ളത് എന്ന് എത്ര ചിന്തിച്ചാലും മനസ്സിലാവില്ല. പക്ഷെ അതിന് സാമാന്യ ബുദ്ധി പ്രവർത്തിക്കുന്നവർക്കേ കഴിയുകയുള്ളൂ. ഏതായാലും താരങ്ങളെ ആരാധിക്കുന്നതിന് പകരം രാഷ്ട്രത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, വരുംകാല സമൂഹങ്ങൾക്ക് വേണ്ടി പോലും ചെയ്തു വെച്ച മഹത്തായ പ്രവർത്തനങ്ങളുടെ പേരിൽ ഇതുപോലെ ആരാധിക്കപ്പെടുന്ന ഒരു വ്യക്തി, ഇത്ര ആരാധന ആ വ്യക്തികൾക്ക് കിട്ടുന്നില്ല. സിനിമയിൽ കോപ്രായം കാണിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ബഹുമതിയുടെ 10,000-ലൊന്ന് മടങ്ങ് നമ്മുടെ നല്ല പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാർക്കോ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്കോ നമ്മുടെ സമൂഹത്തിന് ഗുണകരമായ കണ്ടുപിടുത്തങ്ങളോ പര്യവേഷണങ്ങളോ നടത്തിയ വ്യക്തികൾക്കോ കിട്ടുന്നില്ല എന്നത് ഏറെ ദുഃഖകരമാണ്. സിനിമാ താരങ്ങൾക്ക് പ്രശസ്തി വേണ്ട, അവരെ ആരാധിക്കേണ്ട കാര്യമൊന്നും ആർക്കുമില്ല. അവരുടെ സിനിമ കാണാം, അവരുടെ കലാപ്രകടനങ്ങൾ കണ്ട് ആസ്വദിക്കാം എന്നല്ലാതെ അതിനപ്പുറം കടന്ന് അവരെ തന്നെ രാഷ്ട്രത്തിൻ്റെ അധിപനായി വാഴിക്കണമെന്നും അവർക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യണമെന്നുമുള്ള മനോഭാവം ഏതായാലും തമിഴൻ്റേതായാലും മലയാളിയുടേതായാലും മറ്റേത് ഭാഷക്കാരുടേതായാലും ആ രാഷ്ട്രത്തിന് ഗുണകരമായ ഒരു സ്വഭാവ വിശേഷമാണെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരൂരിൽ ജീവഹാനി നേരിട്ട എല്ലാ മനുഷ്യർക്കും
നിത്യശാന്തി നേരുന്നു. ഒരാൾക്ക് സിനിമയിൽ അഭിനയിച്ച് സൂപ്പർ സ്റ്റാർ ആവാൻ, സൂപ്പർമാൻ ആവാൻ, സെലിബ്രിറ്റി ആവാൻ, നായകനാവാൻ VFX, CGI, സ്റ്റണ്ട് ഡാൻസ് കൊറിയോഗ്രാഫികൾ, മറ്റ് ഗ്രാഫിക്സ് മതിയാവും. നല്ല തിരക്കഥയും സംഭാഷണവും കൂടി ഉണ്ടെങ്കിൽ സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആവാം. പക്ഷേ രാഷ്ട്രീയത്തിലെ സൂപ്പർ സ്റ്റാർ ആവണമെങ്കിൽ രാഷ്ട്രീയമായ മൂലധനങ്ങൾ വേണം. അത് വ്യക്തമായ ചരിത്രബോധവും മാനവികതയും ആജ്ഞാശക്തിയുമാണ്. അല്പം മനുഷ്യത്വം കൂടി ഉണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ വിജയിക്കാം. സൂപ്പർ സ്റ്റാർ ആവണമെങ്കിൽ നേരത്തെ പറഞ്ഞ എല്ലാ ഘടകങ്ങളും, രാഷ്ട്രീയമായ ചരിത്രബോധവും വ്യക്തമായൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവും കൂടി അനിവാര്യമാണ്. അതുകൊണ്ട് സിനിമയും രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാതെ കേവലം സിനിമയിലെ താരപരിവേഷം കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് എടുത്തു ചാടിയാൽ ചിലപ്പോൾ ചാടിയ ആൾക്കും ജനങ്ങൾക്കും അത് വലിയ ദുരന്തമായി കലാശിച്ചെന്ന് വരും. അതുകൊണ്ട് രാഷ്ട്രീയം വേറെ, സിനിമ വേറെ, കല വേറെ, ചരിത്രം വേറെ. ഇത് തിരിച്ചറിയണം. ഈ തിരിച്ചറിവില്ലാത്ത മാസ് ഹിസ്റ്റീരിയകൾക്ക് മുമ്പിൽ, ജനങ്ങളുടെ മാസ് ഹിസ്റ്റീരിയകൾക്ക് മുമ്പിൽ അതായത് കണ്ണഞ്ചി രാഷ്ട്രീയത്തിലേക്ക് എടുത്തു ചാടരുത്. രാഷ്ട്രീയത്തിന് അതിൻ്റെതായ മൂലധന നിക്ഷേപങ്ങളോടുകൂടി മാത്രമേ അതിൽ പ്രവേശിക്കാനാവുകയുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊള്ളട്ടെ.